ഹായ് ഡിയോസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഫോളോവേഴ്സിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അഭിപ്രായം, ഒരു സ്മൈലി, ഒരു ഹാർട്ടോ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയുന്നത്. ഇപ്പോഴും നമുക്ക് വ്യൂസ് ഉണ്ടാവാറുണ്ട്, പക്ഷേ ആരും ലൈക്ക് ചെയ്യണില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല. നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് വീഡിയോ ഷെയർ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലവർ ബീഡ്സിൻ്റെ കളക്ഷനായിട്ടാണ് കേട്ടോ. ഇതല്ലാതെയും ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാന്നുണ്ടെങ്കിൽ കാറ്റലോഗ് ഷെയർ ചെയ്ത് തരും കേട്ടോ. കാറ്റലോഗിൽ എല്ലാ മെറ്റീരിയൽസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കാരണം ചില സമയത്ത് കാറ്റലോഗ് ലോഡ് ആവുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രോസ്റ്റ് ടൈപ്പിൽ വരും. ഈ ഫ്രോസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്മൾ ഐസിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവില്ലേ, അതുപോലെയാണ്. ഐസിലിട്ട് വെച്ച ഐറ്റംസ് പോലെ ഇതുപോലെ ഉണ്ടാവും. വീഡിയോയിൽ ടെക്സ്ചർ കറക്റ്റായിട്ട് അറിയണ്ടോയെന്ന് അറിയില്ല. ഇതുപോലെയാണ് ഈ ഒരു ഫ്രോസ്റ്റ് ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇത് ഫ്രോസ്റ്റിൻ്റെ എന്താ പറയുക, ഈ ഒരു 5 പെറ്റൽ വരുന്ന ടൈപ്പിലുള്ള ഫ്ലവർ ബീഡാണ് കേട്ടോ. ഇതിലിത് ഈ ഒരു 6 കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. വീഡിയോയിൽ കാണിക്കുന്ന 6 കളേഴ്സ് ഇതിൽ സിംഗിളായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, അതുപോലെ തന്നെ മിക്സഡ് ആയിട്ടും അവൈലബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ വരുന്നത് ഈ ഫ്രോസ്റ്റിൽ തന്നെ 4 പെറ്റൽ വരുന്ന ഈ ഒരു ട്യൂലിപ്പ് ഫ്ലവർ എന്നൊക്കെ പറയും. ഇത് ഇങ്ങനെ മൾട്ടി കളർ ആയിട്ടുള്ളത്. ഇതിൻ്റെ സിംഗിൾ കളർ അവൈലബിൾ അല്ല, മൾട്ടി ആയിട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്തത് വരുന്നത് ഈ ഒരു 5 പെറ്റൽ വരുന്ന ടൈപ്പിലുള്ള ഈ ഒരു ഫ്ലവർ. കമ്മലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ടൈപ്പ് ഫ്ലവറാണ് കേട്ടോ. ഇത് അവൈലബിൾ ആണ് ഫ്രോസ്റ്റിൽ. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, അതിൻ്റെ ചെറിയ ടൈപ്പാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ചെറിയ ടൈപ്പ് ഫ്ലവറാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മൾട്ടി കളറാണ്, സിംഗിൾ കളർ അവൈലബിൾ അല്ല, മൾട്ടിയാണ് കേട്ടോ. പിന്നെ നമ്മളൊരു 4 പെറ്റൽ കാണിച്ചില്ലായിരുന്നു, അതിൻ്റെ കുഞ്ഞു ഇത് കമ്മൽ ചെയ്യാനും ജ്വല്ലറി ചെയ്യാനും ഒക്കെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യാറുള്ളൊരു ടൈപ്പാണിത്. ഇതെല്ലാം പേസ്റ്റൽ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അടുത്ത ടൈപ്പ് കുറച്ച് ഡാർക്കർ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരൈറ്റാണിത്. കുറച്ച് ഡാർക്കറാണ്. ഇതും മൾട്ടി കളറിൻ്റെ പാക്കറ്റ് സെറ്റിനായിരിക്കും നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഫ്രോസ്റ്റിൽ ഈ ഒരു ടൈപ്പുകളൊക്കെ തന്നെ ഏകദേശം ഉള്ളത് കേട്ടോ. പിന്നെ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഹോളോഗ്രാഫിക് ടൈപ്പിൽ വരുന്നത്. ഹോളോഗ്രാഫിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഷൈനിങ് ഉണ്ടാവും. കാണുമ്പോൾ നല്ല ഷൈനിങ്ങും തിളക്കമൊക്കെ ഉണ്ടാവും ഈ ഒരു ബീഡ്സിന്. അതാണ് ഇതിൻ്റെ ഈ ഒരു 3 പെറ്റൽ വരുന്നത്. ഇതിൻ്റെ നമുക്ക് ഓഫ് വൈറ്റൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റോക്ക് ഔട്ടാണ്. ഇപ്പോൾ മൾട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിൽ വരുന്ന ആ ഒരു സെയിം ഡിസൈനിൽ വരുന്നതാണ് ഈ ഒരു 5 പെറ്റൽ വരുന്ന ടൈപ്പ്. ഈ 5 പെറ്റലിൻ്റെ ഇതും നമ്മുടെ ഈ ഒരു ഫ്രോസ്റ്റിൽ കാണിച്ചില്ലേ, അതും ഇതിൻ്റെ ഓഫ് വൈറ്റും അവൈലബിൾ ആണ് കേട്ടോ. ഇത് കണ്ടില്ല ഈ ഒരു ടൈപ്പ്. പിന്നെ അതിൽ നമ്മളിത് ഈ ഒരു കപ്പ് ഫ്ലവർ ഹോളോഗ്രാഫിക്കിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ഹാങ് ചെയ്ത് കൊടുക്കാം, ടിയാര ചെയ്യാം, ഇയർ റിങ്സ് ചെയ്യാം, മാലയ്ക്ക് ഹാങ്ങിങ്സ് കൊടുത്ത് ചെയ്യാം. അങ്ങനെ ഏത് ടൈപ്പ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ ഫ്രോസ്റ്റിൽ തന്നെ നമ്മൾ കാണിക്കാൻ വിട്ടുപോയൊരു ടൈപ്പാണ് അംബ്രല്ല ടൈപ്പിൽ വരുന്ന ഒരു ടൈപ്പ്. ഇങ്ങനെ എന്താ പറയുക, ഒരുപാട് ഇങ്ങനെ പരന്നിരിക്കും ഈ ഒരു ഐറ്റം. ഇതുപോലെ വീഡിയോ ക്ലിയർ ആവുന്നുണ്ടാവുമെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത ഫ്ലവർ ബീഡ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എൻക്വയറി ഉള്ള ഒരു ഐറ്റമാണ്. ഇതുപോലെ മൾട്ടി കളറിൽ ഇതുപോലെ വന്നിട്ടുള്ള ഈ ഒരു ഫ്ലവർ ബീഡ് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു 4 പെറ്റൽ വരുന്ന ഫ്ലവർ കാണിച്ചില്ലേ, അതിൻ്റെ തന്നെ ഈ ഒരു 4 പെറ്റലിൻ്റെ ഫ്രോസ്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു വലിയ ടൈപ്പിൽ വരുന്ന ഈ ഒരു ഫ്ലവർ ബീഡ്, ഇത് ഫ്രോസ്റ്റിൽ വൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു വലിയ ടൈപ്പിൽ തന്നെ നമ്മുടെ അടുത്ത് ഗോൾഡ് ലൈൻ വരുന്ന ടൈപ്പ് ഈ ഒരു ഇത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ബീഡ്സാണ് കേട്ടോ. ഈ ഒരു ഗോൾഡ് ലൈൻ വരുന്നത് അതിൽ ഒരു വലിയ ടൈപ്പ് ഗോൾഡ് ലൈൻ വരുന്നതിലുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പ്. ഇത് മൾട്ടി കളറിൽ വരുന്ന കുറച്ച് ഡാർക്കർ ഷെയ്ഡ്സിലും പേസ്റ്റിലും എല്ലാം മിക്സ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. വലിയ ടൈപ്പ് ഫ്ലവറാണ്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം. ഇത് കണ്ടു, ഇതുപോലെ വന്നിട്ടുള്ള ഇതിൻ്റെ കുറച്ച് വലിപ്പമുള്ളൊരു മീഡിയം സൈസും അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ സൈസും അവൈലബിൾ ആണ് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടാവും തോന്നുന്നു. ഇതൊക്കെ നമ്മുടെ കാറ്റലോഗിൽ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഇതിന് മുന്നേ നമ്മൾ ഇതിൻ്റെയൊക്കെ ഇൻട്രൊഡക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ എടുത്തത്. ഇതാണ് സൈസിൻ്റെ വ്യത്യാസം വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് നമ്മളിത് ഈ ഒരു ടൈപ്പ് ഒരു 6 പെറ്റൽ വരുന്ന ടൈപ്പിലുള്ള ഈ ഒരു ഫ്ലവർ ബീഡ്. ഇതൊരു ഒപ്പാക്ക് ടൈപ്പിൽ അവൈലബിൾ ആണ്. ഒപ്പാക്ക് എന്ന് പറയുമ്പോൾ ഒരു ഓഫ് വൈറ്റ് ആയിട്ട് കുറച്ച് ഗ്ലോവി ആയിട്ടുണ്ടാവും. പിന്നെ ഫ്രോസ്റ്റ് ടൈപ്പിലും അവൈലബിൾ ആണ് കേട്ടോ.
ഈ ഒരു ടൈപ്പിൽ, ഈ 2 ഷെയ്ഡ്സിലും ഈ ഒരു ടൈപ്പ് ഫ്ലവർ ബീഡ് അവൈലബിൾ ആണ്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു വലിയ ടൈപ്പിൽ വരുന്നത് ഇതുപോലെ. ഇത് ഹെയർ ക്ലിപ്പ് ചെയ്യാനോ ഹെയർ ബാൻഡ് ചെയ്യാനാണ് കൂടുതലായിട്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ, എല്ലാവരും പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു 5 പെറ്റലിൻ്റെ ഓഫ് വൈറ്റ് ഷെയ്ഡ് ഉണ്ട് പറഞ്ഞില്ല, ഈ ഒരു 5 പെറ്റലിൻ്റെ ഓഫ് വൈറ്റിൽ വരുന്നുണ്ട് ഇതുപോലെ. ഇതിൻ്റെ തന്നെ നമുക്ക് എന്താ പറയുക, ഞാൻ നേരത്തെ ഫ്രോസ്റ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, മൾട്ടിയിൽ കാണിച്ചിട്ടുണ്ട്, ഗ്ലോവിങ്ങിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഹോളോഗ്രാഫിക്കിൽ. പിന്നെ ഇത് അംബ്രല്ല ടൈപ്പിൽ തന്നെ വരുന്ന ഒരു ഫ്ലാറ്റായിട്ട് വരുന്ന ഒരു ഫ്ലവർ ബീഡാണ് കേട്ടോ. ഇയറിങ്സും ബ്രേസ്ലെറ്റൊക്കെ അത് വെച്ചിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും ചെയ്യാറുണ്ട്, ഹാങ്ങിങ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരു ഫ്ലവർ ബീഡ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ്. നമ്മൾ ആ ഒരു 2 സൈസിൽ കാണിച്ചില്ലായിരുന്നു, അതിൻ്റെ തന്നെ മൾട്ടി കളറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം 10 ഗ്രാമിൻ്റെ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഹോളോഗ്രാഫിക് ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു 5 പെറ്റൽ വരുന്ന ഈ ഒരു ഫ്ലവർ ബീഡ്. പിന്നെ വരുന്നത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഈ ഒരു എന്താ പറയുക, ഗോൾഡ് ലൈൻ വരുന്ന ഈ ഒരു 4 പെറ്റലിൽ വരുന്ന ഫ്ലവർ ബീഡ് വരുന്നുണ്ട്. അതിൻ്റെ തന്നെ ഈ ഒരു സെയിം ടൈപ്പ് ഈ ഒരു ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഗോൾഡ് ലൈൻ വരുന്നതിൽ ഈ ഒരു 5 പെറ്റൽ ഉണ്ടല്ലോ, ഇത് ഗോൾഡ് ലൈൻ അവൈലബിൾ ആണ്, പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല ഒരു ഐറ്റം. ഇത് നമുക്ക് ഗോൾഡ് ലൈൻ വരുന്നതിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയുമാണ് ഫ്ലവർ ബീഡ്സ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതല്ലാതെ നിങ്ങൾക്ക് എന്താ പറയുക, ലീഫ് ഉണ്ടല്ലോ, ലീഫ് ഒരുപാട് പാറ്റേൺസിൽ ലീഫ് അവൈലബിൾ ആണ്, ഗോൾഡൻ ലൈൻ വരുന്നതും അല്ലാത്തതും. പിന്നെ ഇതല്ലാതെ വേറൊരു 1-2 ടൈപ്പ് ഫ്ലവർ ബീഡ്സും കൂടെ ഉണ്ട്, അത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എടുത്ത് വെക്കാൻ വിട്ടുപോയതാണ്. നമ്മുടെ കാറ്റലോഗിലെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവേത് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക്